ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അച്ഛനെ തല്ലുന്ന മകനും മരുമകളും. നമുക്കിത് കാണുമ്പോൾ ഭയങ്കര വേദന തോന്നും. കാരണം പേരൻസിനെ തല്ലുന്ന മകനോ എന്ന ഒരു ഫോം നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആ വീഡിയോ ഒന്നും കൂടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഇതൊന്നും അറിയാതെയാണ് ആ വീഡിയോയെ പറ്റി പറഞ്ഞത്. അപ്പോൾ റീസെൻ്റ്ലി ക്യാൻവാസ് മീഡിയ അതിനെപ്പറ്റി ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തല്ലുന്നതൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നു. ചില സമയങ്ങളിൽ രണ്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക തന്നെ വേണമെന്നല്ല, വേറെ നിവൃത്തി ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു അച്ഛനായിരുന്നു ആ അച്ഛൻ എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. വീഡിയോയിൽ ആ സ്ത്രീയുണ്ട്, അതായത് മരുമകളുണ്ട്. അതിന് മുമ്പ് ഒരു ബ്രീഫ് പറയാം. അതായത് മരുമകളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസം തൊട്ട് അന്യായമായി കള്ളു കുടിച്ചിട്ട് വന്നിട്ട് തോന്നിവാസമായ രീതിയിൽ സംസാരിക്കുക മാത്രമല്ല ഉപദ്രവിക്കുകയും അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയെയാണ് അവൾ ഉപദ്രവിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ ആ ഒരു ഇൻസിഡൻറ്റ് അതെനിക്കിവിടെ റീപ്ലേ ചെയ്യാൻ ഒക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം പ്ലേ ചെയ്തപ്പോൾ തന്നെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ അപ്പനെ അടിക്കുന്നതിന് മുമ്പ് അവൾ പറഞ്ഞുകൊണ്ട് അടിക്കുന്നുണ്ട്, നീ അടിക്കുമല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിക്കുന്നത്. അപ്പം ആ പെൺകുട്ടി ഉപദ്രവിച്ചതിൻ്റെ റിയാക്ഷനാണ് ആ പെണ്ണ് ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ അസ്യൂം ചെയ്താണ്, എനിക്ക് കറക്റ്റ് കഥ അറിയത്തില്ലായിരുന്നു. അപ്പം അവൾ പറയുന്ന അവളുടെ വാക്കുകളിലേക്ക് പോകാം. അച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് പോലും പ്രതികരിക്കാത്തൊരു മകനാണ്. ആദ്യം അച്ഛനാണ് അടിക്കുന്നത്. എന്നെ അച്ഛൻ അടിച്ചു. അച്ഛൻ അടിച്ചതിന്റെ തലയ്ക്ക് അടി കിട്ടി പയ്യെന്ന് വെച്ച് ചേട്ടൻ ഇറങ്ങി. ചേട്ടൻ വയ്യാതെ കിടക്കും. അച്ഛൻ അല്ലയോ പ്രായമായിരുന്നു പറഞ്ഞ് നമ്മൾ ഒതുങ്ങി മാറി നിന്നില്ല. പക്ഷേ ഇത് ശല്യം സഹിക്കാതെ നമ്മുടെ നിവൃത്തിയോട് 18 കൊല്ലമായിട്ട് ഒരു പെണ്ണ് ഈ വീട്ടിൽ കിടന്ന് ഒരു തന്ത കാരണം കിടന്ന് അനുഭവിക്കുന്നുണ്ട്. അത് പുറലോകം പറഞ്ഞിട്ടില്ല. ഞാൻ ഒരാടെ ഭാര്യയായപ്പോ ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണ. അടിയെന്ന് വെച്ചാൽ ഇവിടെ ഒരൊറ്റ അടിയായിരുന്നു. അടിച്ച് മുക്കിക്കൂടെ ബ്ലഡ് വന്നു. എന്നെ ഒരുപാട് ചീത്തയും ബഹളങ്ങളും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ പറഞ്ഞു ഈ മീഡിയയുടെ മുന്നിൽ പറയാൻ കൊള്ളാത്ത രീതിയിലെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി സഹിച്ചു. അച്ഛനെ മർദ്ദിച്ച മകനും മരുമകളുമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലും വലിയ ചാനലുകളിലും നമ്മൾ കണ്ടു. വലിയ ആഘോഷമാക്കി ആൾക്കാർ ഇവരെ ഒരുപാട് തെറി വിളിക്കുന്നതും ഇവരെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്നതും വീഡിയോയുടെ കമൻറ്റുകളിൽ തെറിയ അഭിഷേകങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇവർ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ എന്ത് കാരണത്തിലാണ് ഒരു മകൻ ഒരച്ഛനെ ഉപദ്രവിക്കാനുള്ള സാഹചര്യം എന്താണെന്നോ ആരും തന്നെ തിരക്കുന്നില്ല. ഒരു മകൻ അച്ഛനെ അടിക്കുന്നത് തെറ്റ് തന്നെയാണ്, തെറ്റാണെന്ന് എവിടെയും നമ്മൾ പറയും. പക്ഷേ ഈ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് നമ്മൾ പണ്ട് കാലമുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആ മകനും മരുമകളും നമ്മളോട് പറയും. ചേച്ചി എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഞാൻ 10-17 വർഷമായി അവിടെ ചെന്നത്. 18ാമത്തെ വർഷമാണ് ഞാൻ അവിടെ കല്യാണം കഴിച്ച് ചെന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് അച്ഛൻ്റെ കറക്റ്റ് സ്വഭാവം. അതായത് നമ്മൾ തമ്മിൽ വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കുടിക്കും വഴക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത്രയും കാര്യമാക്കിയില്ല. ചെന്ന ദിവസങ്ങളിൽ കുഴപ്പമില്ലായിരുന്നു. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്നോട് പ്രശ്നം ഉണ്ടായിരുന്നു. 50,000 രൂപയെ കൊടുത്തുള്ളായിരുന്നു. ആ പൈസ അച്ഛനൊരു മാസം മദ്യപിക്കാനുള്ള പൈസയില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച ഘട്ടം. കല്യാണം കഴിഞ്ഞ കുറച്ച് നാൾ 1 മാസമായില്ല. അപ്പം അങ്ങനെ സംസാരം ഉണ്ടായി. അങ്ങോട്ടും ഞാനൊന്നും സംസാരിക്കില്ല. അന്ന് എനിക്കൊന്നും സംസാരിക്കാനുള്ള ധൈര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിന്റെ കരയത്തതേ ഉള്ളൂ. അങ്ങനെ കുടിച്ചിട്ട് പുള്ളിക്കാരന് കമ്പ് കൊണ്ട് തന്നെ അടിച്ച് അങ്ങനെ തലയിൽ അവിടെ പിടിച്ചുകളുണ്ടായി. മോനും ഒരു മൂത്തവരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ അടിയും. അങ്ങനെ ഒരു വീടാണത്. നമ്മൾ അറിയുന്നില്ല, ചെന്ന് പെട്ടുപോയി. പിന്നെ എന്നെ ജീവനാ മനുഷ്യന് എനിക്കും. പക്ഷേ സത്യാവസ്ഥ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇച്ചിരി പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, തലക്കടിച്ചു. ഞാനത് അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം എൻ്റെ വീട്ടുകാരെ ഞാൻ അറിയിക്കാതെ ചേട്ടൻ്റെ കൂടെ തന്നെ നിന്ന്, ചേട്ടനും എൻ്റെ കൂടെ തന്നെ നിന്നു. പിന്നീടാണ് നമ്മൾ അറിയുന്നത് ആ വീട് വസ്തുവിലും കൂടെ ജപ്തിയായി വരുമ്പോഴാണ് അറിയുന്നത് അത് അച്ഛൻ്റെയും ചേട്ടൻ്റെയും മരിച്ചുപോയ അമ്മയുടെയും പേരില്ല, ഹസ്ബൻഡിൻ്റെ പേരൊന്നുമില്ല പ്രമാണത്തിലത്. അപ്പോൾ അതിനെ ചൊല്ലിയായിരുന്നു പിന്നെ തർക്കങ്ങളും വഴക്കുകളും. ഇറങ്ങണമെന്നായി. നമ്മളവിടെ ഒരു ഷെഡ് വെച്ചിട്ട് നമുക്ക് വെള്ളം കോരാൻ പോകാനുള്ള സൗകര്യമില്ല, ബാത്റൂമിൽ പോകാനുള്ളൊരു സൗകര്യമില്ല. അടുത്തുള്ളൊരു ചേച്ചിയുണ്ട്, അവരുടെ ഒരു സഹായത്തോടെ അവിടെ ബാത്റൂമിൽ പോകാനും വെള്ളം കോരാനും ഒക്കെ ഞാൻ പോയത്. എന്നെ ഒരുപാട് ചീത്തയും ബഹളങ്ങളും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ പറഞ്ഞു ഈ മീഡിയയുടെ മുന്നിൽ പറയാൻ കൊള്ളാത്ത രീതിയിലെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി സഹിച്ചു. കല്യാണം കഴിഞ്ഞ് 3ാമത്തെ മാസമായപ്പോൾ എനിക്ക് മോനായി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ലോകം അതായി. എനിക്ക് വെളിയിലോട്ടുള്ളൊരു സമ്പർക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം എനിക്ക് എൻ്റെ ചേട്ടൻ കൊണ്ട് തരും. ഞങ്ങൾ മാത്രമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. അവരുടെ അടി കൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി. ഒരു ഓട്ടോ എൻ്റെ വീട്ടുകാരെടുത്ത് തന്നു. ഞങ്ങൾ അതിൽ നിന്ന് ഉപജീവനമാറ്റം നടത്തിക്കൊണ്ടിരുന്നത്. വാടകയ്ക്ക് പോകുന്ന സിറ്റുവേഷൻ വന്നു. വാടകയ്ക്ക് പോയെടുത്ത് അച്ഛൻ വന്ന് ബഹളം ഉണ്ടാക്കി. അവിടെ നിന്ന് വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ ഞങ്ങൾ ഈ ഷെഡ് ഒന്നുകൂടെ വലുതാക്കിയിട്ട് ഷെഡിൽ വന്ന് എൻ്റെ ആങ്ങളെയും മരിച്ചുപോയ ആങ്ങളെയും എല്ലാവരും കൂടെ കൂടി ബാത്റൂമിൻ്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നു. എന്നെ എൻ്റെ വീട്ടുകാരെ കളഞ്ഞില്ല, ചേട്ടനെയും കളഞ്ഞില്ല. അന്നും ഇന്നും കളഞ്ഞിട്ടില്ല, എന്നെ ചേട്ടനും കളഞ്ഞിട്ടില്ല. പക്ഷേ അച്ഛൻ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അച്ഛനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരെ. ഈ തല അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അത് എത്ര സ്റ്റിച്ച് ഉണ്ടായിരുന്നു? 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. തലയ്ക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനെ ജനത എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കൊണ്ടുപോയത്. ഈ അച്ഛൻ അടിച്ചു പൊട്ടിച്ചതാണ്? അച്ഛൻ അടിച്ചത്. അതിനുശേഷം കൈയ്ക്ക് അടി കിട്ടിയിരുന്നു. കയ്യിൽ ചേട്ടനില്ലാത്ത സമയത്ത് പുള്ളിയുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഇവര് ഇപ്പം ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ. അപ്പം ആളില്ലാത്ത വീട്ടിൽ, ഈ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഇല്ലാത്ത സമയത്താണ് വന്നിട്ട്
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി കഥവൊക്കെ അടയ്ക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കുറക്കിയിടുന്ന സമയത്തൊക്കെ ആയിരിക്കും അങ്ങനെ കൈ കിട്ടുന്ന വെച്ച് അടിച്ചു പിടിപ്പിക്കും. അപ്പൊ അച്ഛന്റെ സ്വഭാവം ഇതാണ്, അച്ഛൻ ഇങ്ങനെ ഒരാളാണ്. അപ്പം ശരിക്കും ഇപ്പം ഈ ഒരു വീഡിയോ ഇപ്പം പുറലോകമൊക്കെ അറിഞ്ഞു, ആ ഒരു സംഭവം നടക്കാനുള്ള സാഹചര്യം എന്തുവായിരുന്നു അവിടെ? സാഹചര്യം 4 മാസത്തിന് മുമ്പ് ഞാനൊരു പാവം പിടിച്ച ഒരു അമ്മയ്ക്ക് ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടി എന്നെ ലോട്ടറി കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് പരിചയപ്പെട്ട് റിസ്ക് എടുത്ത് ചെയ്ത് കൊടുത്തൊരു കാര്യം, അതുമായിട്ട് അതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആളവിടെ വീട്ടിൽ വരുന്നതും. വീട്ടിൽ വന്നിട്ട് പുള്ളി അറിഞ്ഞായിരുന്നു ഞാനിങ്ങനെ കാര്യത്തിന് പോകുന്നുണ്ടെന്ന് കൊടുക്കുന്നതൊക്കെ പുള്ളി അറിഞ്ഞായിരുന്നു. പുള്ളി 2 വീട്ടിലുമല്ല 2 പേർക്കും പുള്ളിയുടെ പേര് വയ്ക്കാതെ പുള്ളി വീതം ചെയ്ത് കൊടുത്തു, 2 മക്കൾ. എന്നിട്ട് വാടകയ്ക്കാണ് താമസം. ഈ വാടക വീട്ടിൽ നിന്ന് വന്നാണ്, എൻ്റേതാണ്, ഞാൻ തന്നതാ, നമ്മളെന്തെങ്കിലും തിരിച്ച് പറയുമ്പോൾ നീയൊക്കെ ഇറങ്ങേണ്ടി വരും എന്നുള്ള രീതിയിലാണ് സംസാരങ്ങളും ഭാഷവിളികളും എല്ലാം. അന്നും ഇതുപോലൊക്കെ വന്നിട്ട് എന്നെ ചീത്തയും വിളിച്ചിട്ട് കയറി വന്നേ. പുള്ളി വെളിയിലാണല്ലോ, പിന്നെ നാട്ടിൽ നമ്മൾ ഇറങ്ങി സോഷ്യൽ വർക്ക് ചെയ്യുമല്ലേ, അപ്പോൾ അതിൻ്റെ വൈരാഗ്യത്തിൽ അത് ആ രീതി സംസാരിച്ചു. അങ്ങനെ നല്ല ഭാഷകളാണ് വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് അവിടെ അടിയുണ്ടാകുന്ന. അടിയെന്ന് വെച്ചാൽ ഇവിടെ ഒരൊറ്റ അടിയായിരുന്നു, അടിച്ച് മുക്കിക്കൂടെ ബ്ലഡ് വന്നു. ഞാൻ എൻ്റെ ചേട്ടനും വന്ന് പിടിച്ചു മാറ്റി. ഇവർക്കാർക്കും തല്ലിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ മനുഷ്യനെ. പിടിച്ചു മാറ്റി ചേട്ടൻ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല, ഈ അടിച്ചതിന് ശേഷമാണ് നിങ്ങൾ അവിടെ ചടി നടന്നു, മുഖത്തടിച്ചു, മൂക്കി കൂടെ രക്തമൊക്കെ വന്നു, അതിന് ശേഷമാണോ നിങ്ങൾ അച്ഛന് ഈ തല്ലുന്നത്? അല്ലല്ല, അന്ന് ആ സംഭവം ഉണ്ടായി. ഞങ്ങൾ പോയി DYSP ഓഫീസിൽ പരാതി കൊടുത്തു, അച്ഛനെ വിളിപ്പിച്ച് എഴുതി വെപ്പിച്ചു. വീണ്ടും വരട്ടി, ഇനി അടിച്ച കേസാണെന്ന് പേടിപ്പിച്ച് ശരിക്കും വരട്ടി. എന്നിട്ട് എന്നോട് ചോദിച്ചു കേസ് എടുക്കണമെന്ന്. എന്നിട്ട് നമ്മളോട് ഒരു അവരുടെ ഒരു സാമാന്യ മര്യാദ വെച്ചാൽ ചോദിക്കില്ല അച്ഛനാണല്ലോ. ഇപ്പോൾ സ്വാഭാവികം നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, എത്ര നമ്മളെ ഉപദ്രവിച്ചാലും നമുക്ക് അവിടെ പിടിച്ച് നിൽക്കണ്ടേ, കുഞ്ഞിനെ വളർത്തണ്ടേ, ജീവിക്കണ്ടേ. ഇപ്പം നമ്മൾ ക്ഷമിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ക്ഷമിച്ച് തന്നെ കൊടുത്ത് വീണ്ടും ചെയ്തത്. അതിന് ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം വരുന്നത്. പുള്ളിക്ക് വയ്യാതെ കേട്ടില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അവർ പൂർണ്ണമായും സഹിച്ച് വയ്യാണ്ടായി തീരെ നിവർത്തി കെട്ട് ആ നിവർത്തി കണ്ട പരിമിതിയിലാണ് കയ്യിൽ വടിയെടുത്തത്. കേസ് കൊടുത്തിട്ടുണ്ട്, പ്രശ്നമുണ്ട്. പക്ഷെ നാട്ടുകാരെന്താണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ, ഞാൻ ഇത് കണ്ടത് ഫേസ്ബുക്കിലാണ്, അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ 10 സെന്റിനും 15 സെന്റിലുള്ള വീടിന് വേണ്ടിയിട്ടും മകനും മരുമകളും കൂടെ അച്ഛനെ അടിച്ചിറക്കുന്നത് കണ്ടോന്ന്. വീട് മാറിയാൽ പുറകെ വരും, വീട്ടിൽ ഒരു ചായപ്പുണ്ടാക്കി അതിനകത്ത് കിടന്ന് അവിടെ വരും. കള്ള് കുടിച്ചിട്ട് അയാളുടെ ഫ്രസ്ട്രേഷനാണ് അവിടെ തീർക്കുന്നത്. മിക്ക ഇടങ്ങളിലും കാണുന്ന ഒരു സംഗതി ഇതാണ്. അവരുടെ ബാല്യകാലത്ത് അവർക്ക് അനുഭവിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങൾ അവരുടെ മകൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ സഹിക്കാൻ വയ്യാതെ കുത്തിക്കഴപ്പ് കാണിക്കുന്ന തന്തിയമാരെ പിന്നെ തല്ലിയല്ലാതെ എന്താ ചെയ്യണ്ടേ? ഞാൻ ഈ പെൺകുട്ടിയുടെ കൂടെയാണ്, കാരണം പൂർണ്ണമായും ഞാൻ യോജിക്കുന്നു. അത് കറക്റ്റാണ് അവൾ ചെയ്തത്. വേറെ എന്താ ചെയ്യുക? ഇത്തരക്കാരെ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതിൽ നമ്മളിത് പറയുന്ന സമയത്ത്, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടായിരുന്നു, നോക്ക് അച്ഛനെ അടിക്കുന്നത് ജസ്റ്റിഫൈ ചെയ്യുന്നത്. അച്ഛൻ ആണെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ തലയിൽ കയറാൻ വരരുത്. അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും പണ്ടത്തെ കാലഘട്ടത്തിൽ അമ്മായിയമ്മ പറയുന്നത് കേട്ട് റാൻ മൂളി നിൽക്കണം എന്ന് പറയും. അമ്മായിപ്പം പറയുന്നതിന് റാൻ മൂളി നിൽക്കണം. മിക്ക വീടുകളിലും സംഭവിക്കുന്നത് എന്നാൽ അച്ഛൻ്റെ പേരിലാണ് വസ്തുവകകളുണ്ട്, അച്ഛൻ കാണിക്കുന്നതാണ് ചട്ടം, അച്ഛൻ പറയുന്നതാണ് നിയമം, നമ്മൾ അങ്ങോട്ട് കേട്ടോണം, പിന്നെ അതിനകത്ത് വേറെ വർത്തമാനങ്ങളില്ല. അമ്മാതിരി ഒരു ടേം ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ടത്തെ കാലമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ഇത് പിള്ളേരൊന്നും ഇത് കേട്ടു എന്ന് വരത്തില്ല. അടി തിരിച്ച് കിട്ടൂ എന്നുള്ളത് തർക്കമേ വേണ്ട. ആ അടിയാണ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ 100% അവർ പറഞ്ഞത് കറക്റ്റാണ് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. കാരണം അവർ അടിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, നീ എന്നെ അടിക്കുമല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് തല്ലുന്ന ഒരു ഇതുണ്ട്. അപ്പം ഞാൻ അടിച്ച കമ്പിൻ്റെ വലിപ്പം, അടിച്ചത് തലയിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൊല്ലണമെന്ന് ഇൻറ്റൻഷനൊന്നും 2 പൊട്ടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാവും. തലയിൽ അടിക്കാതെ കാലിൽ വെച്ചവിടെ പെരുമാറുന്നു. മകൻ കമ്പെടുക്കണമെങ്കിൽ ഓർത്ത് നോക്കൂ, നമുക്ക് നമ്മുടെ പേരൻസിനെ തല്ലാൻ തോന്നുമോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ ചെറുക്കനെ കൊണ്ടെത്തിച്ചത് ആരാണ്? അയാൾ അത്രത്തോളം ഗതി കെട്ടിട്ടായിരിക്കത്തില്ല അച്ഛനെതിരെ വാളെടുത്തിട്ടുണ്ടാവുക. അപ്പം അതിലേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയല്ലേ ഈ പേരൻസ് ചെയ്യേണ്ടത്. പകരം ആ പയ്യന് ഇങ്ങനെ ഒരു രീതിയിൽ ചില നേരത്ത് കൊല വരെ നടന്നു പോകാം. അതുകൊണ്ട് നഷ്ടമാർക്കാണ്. മകൻ്റെ ജീവിതം നഷ്ടപ്പെടും, തൻ്റെ ജീവിതം പോകും, മകൻ്റെ ഭാര്യയുടെ ജീവിതം പോകും, കുട്ടിയുടെ ജീവിതം പോകും. ഇതൊക്കെ ചിന്തിക്കണ്ടായോ? കള്ളം കുടിച്ചിട്ട് തോന്നിവാസം കാണിച്ച് നടക്കുന്നവർക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് എന്നുള്ളത് കാര്യം കൊണ്ട് പ്രിവിലേജ് കൊടുക്കരുത്. സോഷ്യൽ മീഡിയയിൽ കൂടി ഇതെല്ലാം പബ്ലിഷ് ചെയ്യാം എന്നുള്ള ധൈര്യം കൊണ്ട് എന്തിനേയും നമ്മളങ്ങ് ജസ്റ്റിഫൈ ചെയ്യരുത്, ഒരു കാരണവശാലും അല്ല. ഇങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് ന്യായമെന്ന്. ഈ വിവാഹം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീട്ടിലെ അവിടുത്തെ ഒരു ചുറ്റുവട്ടവുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം നമ്മൾ പെൺമക്കളോട് പറയുമ്പം എന്തുകൊണ്ടാണ് വരുന്ന പെൺകുട്ടികൾക്ക് ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കാത്തത്? അതെന്താ മാതാപിതാക്കൾക്കൊക്കെ ഇല്ലേയും വേണ്ടായോ? വന്നു കയറുന്ന പെണ്ണുങ്ങൾ എന്താ റോഡിൽ നിൽക്കുന്ന കുട്ടികളാണോ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ സപ്പോർട്ട് പറഞ്ഞത്. എനിക്ക് ക്യാൻവാസ് മീഡിയയുടെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ സന്തോഷം തോന്നി. മുഴുവനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല, പെൺകുട്ടി പറയുന്ന മുഴുവൻ സ്റ്റോറിയൊന്നും ഞാൻ കൊണ്ടുവന്നില്ല, എന്ന് കേട്ടുകൊണ്ടിരിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അവൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അവളെ കയ്യിൽ തെളിവുണ്ട്, അവൾ കേസ് കൊടുത്തിട്ടുണ്ട്. അവളാണ് ആദ്യം കേസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവളെ ആക്രമിക്കാതെയും അറസ്റ്റ് ചെയ്യാതെയും ഇരുന്നത്. കാരണം
ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചത് അവളാണ്. 2 പ്രാവശ്യം 3 പ്രാവശ്യം എന്തോ ഈ തന്തിയാനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് കൊണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടെന്നേ. ഓരോ വീടുകളിലും ഗാർഹിക പീഡനം എന്ന് പറയുന്നത് നിസ്സാരമല്ല. മറ്റൊരു വീട്ടിലെ കുട്ടി നമ്മുടെ വീട്ടിൽ ജീവിക്കാനാണ് വരുന്നത്, തല്ലും പിടിക്കുകയല്ല വരുന്നത്. അവിടെ വന്നിട്ട് അവളുടെ തലയിൽ കയറിയിരുന്ന് അവളെ സെക്ഷൽ അസാൾട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്രൈം ആണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇത്തരം തന്തമാർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർത്തും പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് അയാൾ. അയാൾക്ക് 2 പൊട്ടീര് കിട്ടേണ്ടതിന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ചങ്ങല കിടണം. വല്ല വീട്ടിൽ നിന്ന് വന്ന കുട്ടികളെ അടിക്കാനും പിടിക്കാനും ഒക്കെ കയറുന്നത് എന്താണ്? അയാളുടെ മകൻ അവിടെ ഉണ്ടല്ലോ, അവൻ്റെ തലയിൽ കയറണം, അല്ലാതെ ആ കുട്ടിയുടെ തലയിലല്ല. പെണ്ണാണ് എന്നൊരൊറ്റ ഇതുകൊണ്ട് അവളെ എന്ത് ചെയ്ത് കളയാന്നുള്ള അയാളെ ധൈര്യം ഉണ്ടല്ലോ, അതിന് 2 അടി കിട്ടേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ പേരിൽ കമൻറ്റ് കിടന്ന് കരയുന്ന കുറേ കമൻറ്റോളികളോട് എനിക്ക് പറയാനുള്ളത്, അവനവൻ്റെ വീട്ടിൽ വരണം അത്രേ. ഇതുപോലെ അത്യാവശ്യം അവൾ തുറന്ന് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആരുടെയൊക്കെ ഭാര്യയാവണമെന്ന്. അതെന്താ? ആ പെൺകുട്ടി കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അയാളുടെ മകനെയാണ്. ആ മകൻ്റെ ഒപ്പമേ പറ്റുള്ളൂ. മകൻ പറഞ്ഞ എന്തെങ്കിലും കേൾക്കാത്തിരി നീങ്ങി നിൽന്നു പറഞ്ഞാൽ അത് അവർ തമ്മിൽ തീർക്കും. അതിനപ്പുറം അവളെ തലയിൽ കയറി ഇറങ്ങാൻ പോയാൽ അവൾ ചെയ്തത് 100% കറക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.